ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. രഞ്ജിത്ത് ബ്ലോഗിലേക്ക് സ്വാഗതം. നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ക്ഷേത്രമാണ് കുളത്തൂപ്പുഴ ശാസ്ത ക്ഷേത്രം. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പം ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണും. ാനാത്മനാത്മമഹനീയമഹോ വിശേഷൈർനാനാവിധൈർവിലസിതൈശ്ച ഋണാംനി കാമം മാനാധിക പ്രമദദായക കൈകഭാരേ ശ്രീവാസമന്ദിരപദേ തവ സുപ്രഭാതം ഏകാന്തഭക്തി വിനയാദി ഗുണാൻവിതാനാം. 800 വർഷമായി കുളത്തൂപ്പുഴ ഈ ക്ഷേത്രം വന്നിട്ടാണ് എൻ്റെ അറിവ്. പിന്നെ ഇവിടെ തിരുമക്കൾ, ക്ഷേത്രത്തിൻ്റെ വകയായിട്ട് തിരുമക്കളുണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു അരിമ്പാറയോ മറ്റുള്ള അസുഖങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ നേർച്ച പറയും. ആ നേർച്ച ഇവിടെ കൊണ്ടുവന്ന് ചെയ്യും. ആ അസുഖങ്ങൾ മാറുന്നുണ്ട്. പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം കുളത്തൂപ്പുഴ, ആര്യങ്കാവ്, അച്ചൻകോവിൽ, പിന്നെ ശബരിമല. ഇവിടുത്തെ പ്രത്യേകത വഴിപാടായിട്ട് ഇപ്പം നമുക്ക് ഈ മീനിൻ്റെ ഇത് തന്നെ. പിന്നെ ക്ഷേത്രത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു ആവസ്ഥ എന്തെങ്കിലും വന്നാൽ അത് ഒഴിവാവാൻ വേണ്ടി നമ്മൾ ക്ഷേത്രത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യും. അയ്യപ്പൻ്റെ ക്ഷേത്രമാണ് കുളത്തൂപ്പുഴ ബാലകനാണ്. അത് കഴിഞ്ഞാണ് നമ്മൾ ആര്യങ്കാവ്, അച്ചൻകോവിൽ, ശബരിമല. ഇവിടുത്തെ പ്രധാന ആദ്യത്തെ ഒരിതാണ്. തലയിലടിച്ച കുറുപ്പെന്ന് പറഞ്ഞ ഒരാളാണ് ഇത് കണ്ടതും ഇങ്ങനെ ഒരു ഐതിഹ്യം പറയുന്നത്. ഒരു വിഷു വരുന്ന സമയത്ത് അവരുടെ ലാസ്റ്റ് പൂജ ഒരു കാവുണ്ട്, വലിയ വീട്ടിൽ കാവ്. അവരാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ലാസ്റ്റ്. അപ്പോൾ ഇപ്പോൾ അദ്ദേഹം മരിച്ചുപോയി. അപ്പോൾ അതിൻ്റെ ഒരു പിൻഗാമികളായിട്ടാണ് ഇനിയിപ്പോൾ അത് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ പൂജയും കാര്യങ്ങളും അവരാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇത്രയും പറഞ്ഞു തന്നതിന് ഒരുപാട് സന്തോഷം. ശരി.